നമസ്കാരം. നമസ്കാരം. മലയാളികൾക്ക് ഒരു അഭിമുഖത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ പറയാവുന്ന ഒരു പേരാണ് കൊല്ലം സുധി. കൊല്ലം സുധിയുടെ കുടുംബവിശേഷങ്ങൾ എപ്പോഴും ചർച്ചയായി മാറാറുണ്ട്. കാരണം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി തന്നെയാണ്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് രേണു സുധി എന്ന പേര് സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ പല തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് അതിനുശേഷമായിരുന്നു. സുധിയുടെ കൊല്ലം സുധിയുടെ നിഴലായി നടന്നിരുന്ന രേണു സുധി ഇന്ന് എന്തും ഏതൊരു വിഷയത്തിലും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് രേണു സുധിയുടെ ജീവിത ശൈലികൾ കൊണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ തന്നെയായിരിക്കും. പക്ഷെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ദിവസം വരുന്ന വിവാദങ്ങൾക്കും അതിൻ്റെതായ കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ എന്താണെന്ന് നമുക്ക് അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ചർച്ചയുടെ ഒരു ആവശ്യമുള്ളൂ. കാരണം ഒരാൾക്ക് നേരെ മാത്രം എന്നും ഒരു കൂട്ട ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ്, അതിന്റെ എന്താ കാരണം എന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത നമുക്ക് തീർച്ചയായിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ രീതിയിലാണ് രേണു സുധിക്കെതിരെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ വരുന്നത്. ഒന്നെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് സുധിയുടെ വിവാഹം, അല്ലെങ്കിൽ രേണുവിന്റെ വിവാഹം, അവരുടെ ഇപ്പോൾ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, കിച്ചുവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ഇതെല്ലാം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പല വിധത്തിലുള്ള വിവാദങ്ങളാണ് രേണു സുധിക്കെതിരെ വന്നത്. ഇപ്പോഴത്തെ പുതിയൊരു വിവാദം വന്നിരിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയാണെന്ന രീതിയിൽ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ എതിർത്ത് പറയാൻ നമുക്ക് എന്തായാലും കഴിയില്ല. നേരത്തെ രേണു സുധി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. കിച്ചു ആണ് ഇതിനൊരു ഉത്തരം നൽകേണ്ടത്. എന്തായാലും ഇപ്പോൾ സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന വീണയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആ വീണ എസ് പിള്ള ആണ് ഒരു എന്ന സ്ത്രീയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ വലിയ വിവാദമാണ് ഈ ഒരു ലൈവ് വീഡിയോയിൽ. നേരത്തെ എല്ലാം ഒരു ഒളിക്യാമറ വഴി, അതായത് ഒരു ശബ്ദം മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു രേണുവിനെ കുറിച്ച് പറയുന്നതൊക്കെ. പക്ഷെ അതിൽ നിന്നും പ്രേക്ഷകർ പറഞ്ഞത് അനുസരിച്ച് ഒരു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്, ലൈവ് വീഡിയോയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രേണുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വീണ. അപ്പൊ വീണ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം വീണ പറയുന്നത് ഇത്രയേ ഉള്ളൂ: രേണുവാണ് താനും സുധിയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്നാണ് വീണ പറയുന്നത്. മാത്രമല്ല, രേണുവിന്റെ മെസ്സേജ് കണ്ട് വഴക്കുണ്ടായാണ് പിരിഞ്ഞതെന്നും വീണ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തനിക്ക് ഇങ്ങനൊരു സ്ത്രീയെ അറിയില്ല എന്ന് രേണു പറഞ്ഞുവെങ്കിലും ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നു എന്നും, പക്ഷേ താൻ പ്രതികരിച്ചിട്ടില്ല എന്നും രേണു അന്നൊരു അഭിമുഖത്തിൽ ഈ ഒരു വീണയെ പറ്റി ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു രേണുവിന്റെ പ്രതികരണത്തിനും വീണ മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയും സോഷ്യൽ മീഡിയ ലൈവിലെത്തിയാണ് വീണ ഗുരുതര ആരോപണങ്ങൾ രേണുവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രേണു സുധി തനിക്കെതിരെ ആവർത്തിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ മുഖം കാണിക്കാൻ തീരുമാനിച്ചത് എന്നാണ് വീണ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ സുധിയെ വിറ്റ് ഇതുവരെ കാശുണ്ടാക്കിയിട്ടില്ല എന്നും, ഞാനൊരു ആർട്ടിസ്റ്റാണ്, പാവപ്പെട്ട ഒരു കലാകാരിയാണ്. സുധി എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒഴിവാക്കിയപ്പോൾ തന്നെ പുള്ളി ഓൾറെഡി എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. ഇനി ജീവിച്ചിരിക്കുന്ന കാലത്ത് പുള്ളി തനിക്കോ താൻ തിരിച്ചോ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നുകൂടി വീണ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരുപാട് രീതിയിൽ ഇപ്പോ രേണു കള്ളം പറയുകയാണ് എന്നുള്ള രീതിയിൽ കൂടി വീണ വെളിപ്പെടുത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പുള്ളി തനിക്ക് ഒരു ബന്ധമില്ല. അപ്പോ എന്റെ മനസ്സിൽ നിന്നും പുള്ളി മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി മരിച്ചാൽ എന്താ എന്നാണ് വീണ ഇപ്പോൾ ചോദിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ തന്നെ കുറിച്ച് സംസാരിച്ചത് രേണു സുധിയാണ്. തന്നെ കുറിച്ച് രേണു പലരോടും സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പ്രതികരിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് എന്താണ് ഈ ഒരു വീണ സുധി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഈ ഒരു അപ്പൊ സുധി ഇപ്പൊ മരിച്ചാൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല, ആദ്യം കൂടെ ജീവിച്ചിരുന്ന ഒരാളാണ്, കല്യാണം കഴിച്ചെന്ന് പറയുന്നു, ഡിവോഴ്സ് ആയെന്ന് പറയുന്നു, ലിവിങ് ടുഗദർ, അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രേണു സുധി പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്. അപ്പോ അങ്ങനെ ആവുമ്പോ എങ്ങനെ ഈ ഒരു വീണ പറയുന്ന, ഇപ്പൊ ആരാണെങ്കിലും ഒരു കലാകാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ സുധി എന്നോ തന്നെ ഒഴിവാക്കി പോയപ്പോഴേ മരിച്ചെന്ന് പറയുന്ന ഒരാൾക്ക് പിന്നെ എന്താണ് ഇപ്പോ ഇതിലേക്ക് എന്തിനാണ് വീണ്ടും അതിലേക്ക്? പക്ഷെ വീണ അതിന് മറുപടി നൽകിയത്, രേണു ആ ഒരു ഉയർത്തിക്കാട്ടിയ ഒരു സർട്ടിഫിക്കറ്റ്, സുധി നിയമപരമായിട്ട് വിവാഹം കഴിച്ചത് എന്നെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല, ഞാനാണ് സുധിയുടെ ഭാര്യ, അങ്ങനെ രേണു നടത്തിയ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം വെളിപ്പെടുത്തുന്നത് എന്നാണ് വീണ അന്ന് അതും ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞത്. പക്ഷെ
ഇപ്പോ രേണു കാരണമാണ് പല രഹസ്യങ്ങളും അല്ലെങ്കിൽ പല സത്യങ്ങളും പുറത്തു വരുന്നത് എന്ന രീതിയിലും ചർച്ചകൾ നടക്കുന്നത്. അത് മാത്രമല്ല, രേണു സുധിക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്നും വീണ ഇതിൽ രേണു പറയുന്നുണ്ട്. സുധിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു അഭിമുഖത്തിൽ മറുപടി പറയാതെ തന്നെ തപ്പുന്നത് കണ്ടിട്ടുണ്ടെന്ന് വീണ പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ച് പറയുന്നുണ്ട് എന്നും വീണ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരിയാണെന്നാണ് വീണ പറയുന്നത്. പക്ഷേ താനാണ് രേണുവിന് മെസ്സേജ് അയച്ചതെന്നും ദുരിതര മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെന്നും രേണു പറഞ്ഞത് ശരിയല്ല എന്ന് വീണ പലപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഒരു വോയിസ് മെസ്സേജിൽ ആ സമയത്താണെങ്കിലും പറയുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലി അടിച്ചു തകർത്ത വ്യക്തിക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുമോ? അത് പ്രേക്ഷകർക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് വീണ പറയുന്നത്. അത് അങ്ങനെ ചെയ്യും ആരെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർ എപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും. കാരണം ഒരു ജീവിതം തകർത്തവർ എന്നും ശത്രു തന്നെയാണ്. വീണ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പക്ഷെ ഈ സുധി മരിച്ചത് തന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്കും സുധിക്ക് ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു രണ്ടാം വിവാഹത്തെ കുറിച്ച് സുധി എവിടെയും പറയാതിരുന്നത്. അത് മാന്യതയാണെന്നാണ് വീണ ലൈവിൽ തന്നെ പറയുന്നത്. പക്ഷെ രേണു സുധി ലോക ഫ്രോഡാണ്. സുധിയുടെ ഒരു കേസ് കെട്ടുമായി ബന്ധപ്പെട്ട 3 വർഷം മുമ്പ് രേണുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് വീണ പറയുന്നത്. അന്ന് മാന്യമായാണ് രേണു സംസാരിച്ചത്. പക്ഷെ എന്നെ കുറിച്ച് രേണുവിന് നന്നായി അറിയാമെന്നും പറഞ്ഞ രേണു തിന്നാനും കള്ളം പറയാനും വേണ്ടി മാത്രം വാ തുറക്കുന്നു എന്നാണ് അതായത് അവൾക്ക് ആരോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അങ്ങനെയൊക്കെയാണ് വീണ തുറന്നടിച്ച് പറയുന്നത്. രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ തൂങ്ങിച്ചാകാൻ പോയതാണ്, അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും അതൊന്നും പുറത്ത് പറയാൻ ഇപ്പോൾ തയ്യാറല്ലെന്നുമാണ് വീണ പറയുന്നത്. ഒരു പക്ഷെ ഒരു കാര്യം ഇതിൽ പറയാതിരിക്കാൻ വയ്യ, പലതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പറയുക. ഇപ്പോ ഈ സമയത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ബാല ഗോകുല എലിസബത്ത് വിഷയം നന്നായിട്ട് അറിയാം. അപ്പൊ ഇപ്പോ എലിസബത്ത് അതുപോലെ ഞാൻ ചിരിച്ചപ്പോഴേ എനിക്ക് തോന്നി. ഓക്കെ ഓക്കെ ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്, ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ബാല വിഷയം. ഇപ്പോൾ എലിസബത്ത് ആശുപത്രിയിലാണ്, നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ബാല അമൃത എലിസബത്ത് ഗോകുല ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. അപ്പൊ ഈ സമയത്ത് തന്നെ ഈ ഒരു കാര്യം എടുത്ത് പറയാൻ കാരണം, എലിസബത്ത് ആശുപത്രിയിൽ കടന്ന് നിരവധി വീഡിയോകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അധികം ശ്രദ്ധിക്കപ്പെടുന്ന പോലുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണുള്ളത്. കാരണം എലിസബത്ത് വേണ്ട വിധത്തിലുള്ള തെളിവുകൾ പലപ്പോഴും നേരത്തെ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും പങ്കുവെക്കാറില്ല, പല കാര്യങ്ങളും പങ്കുവെച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം തെളിവുകളുടെ അഭാവത്തിൽ ഒരിക്കലും ആരും വിശ്വസിക്കാൻ, ഒരു വാക്കുകൾ കൊണ്ട് ഇപ്പൊ നമുക്ക് ആരും വേണമെങ്കിൽ എന്ത് പറയാന്നുള്ളൊരു അവസ്ഥയിലാണ് സോഷ്യൽ മീഡിയയിലെ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു തെളിവുകളുടെ അഭാവത്തിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് ഒരു ലൈവിൽ വന്ന ഒരു കാര്യം പറയുമ്പോഴേക്കും അത് അപ്പാടെ നമുക്ക് വിഴുങ്ങാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പൊ നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു ലൈവിൽ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പൊ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, നിങ്ങളോട് ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കാര്യങ്ങളൊക്കെ കിച്ചുവിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് അതിനുള്ള തെളിവുകൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല വീണ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ലിവിംഗ് ടുഗദർ കഴിയുന്നവർ വേർപിരിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും പേപ്പർ എഴുതി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെനിക്ക് പറയാനുള്ളത് അതിനുള്ള തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അതിപ്പോ നമ്മൾ പോയിട്ട് മറ്റേ കോടതി പോയിട്ട് തെളിവെടുത്ത് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ കിച്ചുവിനെ കുറിച്ചും വീണ സംസാരിച്ചത്, കിച്ചുവിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ലെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. എന്റെ കൂടെ അല്ല അവൻ അച്ഛന്റെ വീട്ടിലാണ് നിന്നത്, എനിക്ക് അതുകൊണ്ട് അവനെ നോക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല എന്നാണ് ഈ വീണ പറയുന്നത്. സുധിച്ചേട്ടൻ മരിച്ച ദിവസമാണ് അവനെ അവസാനമായി കണ്ടത്. രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത്, എല്ലാം നുണയാണ്. പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു, രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞതെന്നും വീണ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തെളിവ് എവിടെ എന്നുള്ള ചോദ്യമേ തീർച്ചയായിട്ടും ചോദിക്കും. ഇപ്പൊ ഏതൊരു കോടതിയിലാണെങ്കിലും തെളിവിനാണ് ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല, ആലപ്പുഴയിൽ ഒരു വിവാഹത്തിന് വെച്ച് കിച്ചു നിങ്ങളെ കണ്ടിരുന്നുവെന്നും കുടുംബമൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം അവൻ സംസാരിക്കാതെ വരുന്നത് എന്നും പറഞ്ഞു. പിന്നീട് സംസാരിച്ചത് എല്ലാം കിച്ചുവിനെ കുറിച്ചായിരുന്നു. ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നു, സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം, എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല, ഫ്രീ ആയിട്ട് രേണു വീണയോട് സംസാരിച്ചപ്പോ പറഞ്ഞു എന്നാണ് ഇപ്പൊ വീണ പറയുന്നത്. മാത്രമല്ല, ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന് പിറകെയാണ് എന്ന് തുടങ്ങി നിരവധി മോശം കാര്യങ്ങൾ കിച്ചുവിനെ കുറിച്ച് രേണു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോ വീണ വ്യക്തമാക്കുന്നത്. അപ്പോ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വീണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നിയ ഒരു സംശയമുണ്ട്. അന്ന് ശബ്ദരേഖ വഴി വീണ ഇങ്ങനെ വെളിപ്പെടുത്തിയപ്പോ ഇങ്ങനെ ഒരാളുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാണോ? ഇപ്പൊ നമ്മൾ എന്ത് ഇത് കാണെങ്കിലും നമ്മളിപ്പോ ഒരാളെ തകർക്കാനായിട്ട് നമുക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും വിളിച്ചു പറയാം.
അത് സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വസിക്കും. പക്ഷെ അതിന് തെളിവ് വേണം. എന്നാൽ എനിക്ക് അന്ന് വീണ എന്ന് പറയുന്ന ഒരു ആളുണ്ടോ, അതോ ഇനി രേണുവിനെ കൊടുക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇന്ന് വീണ ലൈവില് വന്നെങ്കിലും ഇതിലൂടെ വ്യക്തമാവുന്നത് സുധിക്ക് 3 ഭാര്യമാർ ഉണ്ടെന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് എത്തുന്നത്. കാരണം ആദ്യ ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യ വീണ, മൂന്നാമത്തെ ഭാര്യയാണ് രേണു. ഇനി രേണുവിന്റെ കാര്യം നോക്കുമ്പോൾ രേണുവിന്റെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞതാണ് വിനു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സുധിയുമായിട്ടുള്ള വിവാഹം. പക്ഷെ ആ വിവാഹത്തെ കുറിച്ച് രേണു പറഞ്ഞത് അതൊരു പെന്തക്കോസ്ത് വിവാഹമായിരുന്നു, താലികെട്ടൊന്നും നടത്തിയില്ല, 1 മാസം മാത്രമേ ആ ഒരു വിവാഹ ബന്ധം മുന്നോട്ട് പോയുള്ളൂ. സാധാരണ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവര് സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത്. പക്ഷെ ആ 1 മാസം ഈ വിവാഹം മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യമായി താലി കെട്ടിയത് സുധിച്ചേട്ടനാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ രേണു സംസാരിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ മുൻകാല ജീവിതത്തെ കുറിച്ച് രേണു പറഞ്ഞത്. പിന്നെ ഇത് സുധിച്ചേട്ടൻ അറിയാം, പിന്നെ സുധിച്ചേട്ടനാണ് തന്നോട് ഈ ഒരു കാര്യങ്ങൾ ആരോടും ഒന്നും പറയണ്ട, ഇത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്ക് എന്ന് സുധിച്ചേട്ടൻ തന്നോട് പറഞ്ഞു എന്നും, പിന്നെ എനിക്ക് ആ ഒരു വയസ്സ് വ്യത്യാസം ഉണ്ടെന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ആ ഒരു പുള്ളിയായിട്ട് ബിനുവായിട്ട് ഒരുപാട് വയസ്സ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ബന്ധം വേർപ്പെടുത്തി എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിലും സത്യമുണ്ടെന്ന് വീണന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ കേട്ടു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ കിച്ചുവിന്റെ കാര്യം തന്നെയാണ്. കിച്ചുവിന്റെ കാര്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വീണതിൽ പറഞ്ഞത്. കിച്ചുവിന്റെ കാര്യങ്ങൾ കിച്ചു ഒരു ശല്യമായിരുന്നു രേണുവിന് എന്നുള്ള രീതിയിലാണ് വീണ സംസാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യകത കൂടുതലായിട്ടുണ്ട്. അപ്പോ നമ്മുടെ സുധിയുടെ സുഹൃത്തായ കൊല്ലം സുധിയുടെ സുഹൃത്തായ താജ് പത്തനംതിട്ടയും ഈ ഒരു കിച്ചുയുടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ് മോൻ അവിടെ പോയി നിൽക്കണം, മോനും മോന്റെ അനിയനും വേണ്ടി പണിത വീടാണത്, ആരും ഇല്ലാത്തവനായി എനിക്ക് തോന്നുന്നത് മോനെയാണെന്നാണ് താജ് പറയുന്നത്. മാത്രമല്ല, കാരണം മോന് അച്ഛനും അമ്മയും ഇല്ല, ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ലേ, മോനെ പറ്റി രേണുവും കുടുംബവും പറഞ്ഞത് എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നീ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനും കാർ എടുത്തുകൊണ്ട് പോകുന്നതിനും എന്തൊക്കെ പറഞ്ഞുവെന്ന് എനിക്ക് അറിയാമെന്നാണ് താജ് പറയുന്നത്. മാത്രമല്ല, നിനക്കൊരു 500 രൂപ തരുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് തനിക്ക് അറിയാമെന്നാണ് താജ് കിച്ചുവിനോട് പറയുമ്പോൾ അത് എനിക്ക് അറിയാമെന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി. ഈ ഒരു വീഡിയോ വൈറലായതോടെ കിച്ചുവും രേണുവും തമ്മിൽ എത്ര സ്വരച്ചേർച്ചയില്ല എന്നാണ് വ്യക്തമാവുന്നത്. കിച്ചു വാ തുറക്കാത്തതാണ്. വാ തുറന്നാൽ രേണു സുധി തീർന്നു. രേണു ഇനിയും എക്സ്പോസ്ഡ് ആകാനുണ്ട്, അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതിലെല്ലാം സത്യമുണ്ടെന്നാണ് അതിലൂടെ വ്യക്തമാവുന്നത്. സത്യമുണ്ട്. പക്ഷെ നമുക്ക് 2 സംശയങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം കിച്ചു പങ്കുവച്ച വീഡിയോയില് രേണു അമ്മ എന്ന് മാത്രമേ കിച്ചു പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കിച്ചുനാണെന്നുണ്ടെങ്കിൽ കിച്ചു ഭയക്കുവാണോ രേണുവിനെ? ഭയക്കുന്നതാണോ അതോ വേറെ എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പക്ഷെ ഇപ്പൊ താജ് പറയുന്നത് അതുപോലെ തന്നെ വീണ പറയുന്നത് കിച്ചുവിന് ഇഷ്ടമല്ല, കിച്ചുവിന് പല രീതിയിലുമാണ് അതാക്കുന്നത് പറയുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഒരു നമ്മുടെ അന്ന് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സുധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമാവേണ്ടതാണ്. സുധി ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുന്ന സമയത്ത് അത് കുടുംബത്തിൽ അത്രയും ചർച്ചയാവേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്തും തന്റെ മകനെ പോലെയാണ് കിച്ചുവിനെ വളർത്തുന്നത് രേണു പറഞ്ഞിട്ടുണ്ട്. അവർ അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് കിച്ചു എന്തിനായിരിക്കും അങ്ങനെയാണെങ്കിൽ കിച്ചു എന്തിനാണ് ഭയക്കുന്നത്? അതാണ് ഇതിനൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ കിച്ചുവിന്റെ ഒരു വീഡിയോ സംസാരിക്കണം. കിച്ചുവിന്റെ ഒരു സംസാരം അല്ലെങ്കിൽ കിച്ചു തുറന്നടിക്കുക എന്നുള്ളത് അത് വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിച്ചു ആരെയും ഭയക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. കിച്ചു നിൽക്കുന്നത് മറ്റൊരു വീട്ടിൽ തന്നെയാണ്, പക്ഷെ കിച്ചുവിന്റെ വീട് തന്നെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഭയത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കിച്ചു ഇതിൽ പ്രതികരിക്കുന്ന ആ ഒരു ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ. കാരണം അത് വളരെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഒരു പ്രസക്തിയുള്ള ഒരു ഭാഗം തന്നെയാണ് കിച്ചുവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു അതായത് കിച്ചുവിന്റെ ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഇത്രയും വിവാദങ്ങൾ വരാനായിട്ട് കാരണമായത്. ഒരുപക്ഷെ കിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും സംശയങ്ങൾക്കുള്ള, അതായത് പ്രേക്ഷകർക്ക് ഉള്ള ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും കിച്ചുവിന്റെ ആ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.